everyone. Welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 77th lecture on Recovery and Refund of Income Tax, which is a subject for Semester 3 students of BCom Tax Procedures and Practices. In previous lecture, we had concluded our fourth chapter, that is refund of tax, and in this lecture, we are going to begin our new chapter, that is payment of interest. ഫിഫ്ത്ത് മോഡ്യൂളായ പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോർഷൻ ഇൻട്രസ്റ്റ് പേയബിൾ ബൈ അസസീസ് ആണ്. ഈ ഹെഡിൽ വരുന്ന പ്രധാനപ്പെട്ട ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. Interest for default in furnishing return of income, which comes under section 234A of Income Tax Act. Interest for default in payment of advance tax, which comes under section 234B of Income Tax Act. Interest for deferment of advance tax, which comes under section 234C of Income Tax Act. Interest for default in payment of demand of tax in consequence of any order passed by the assessing officer. ഇതിൽ ഇൻട്രസ്റ്റ് ഫോർ ഡിഫോൾട്ട് ഇൻ ഫേർണിഷിംഗ് റിട്ടേൺ ഓഫ് ഇൻകം ഒഴികെയുള്ള ബാക്കി എല്ലാ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് ഇൻട്രസ്റ്റ് ഫോർ ഡിഫോൾട്ട് ഇൻ ഫേർണിഷിംഗ് റിട്ടേൺ ഓഫ് ഇൻകം ഡിസ്കസ് ചെയ്യാം. ഇറ്റ് കംസ് അണ്ടർ സെക്ഷൻ 234A ഓഫ് ഇൻകം ടാക്സ് ആക്ട്. വേർ the return of income for any assessment year under section 139 subsection 1 voluntarily or under section 139 subsection 4 belated return or in response to a notice under section 142 subsection 1 is furnished after the due date or is not furnished, the assessee shall be liable to pay simple interest at the rate 1% for every month or part thereof comprised in the period commencing on the date immediately following the due date and ending on the date of furnishing the return. അതായത് ഏതെങ്കിലും ഒരു അസസ്മെൻറ്റ് ഇയറിൽ സെക്ഷൻ 139 സബ്സെക്ഷൻ 1 പ്രകാരമുള്ള വോളണ്ടറി റിട്ടേണോ സെക്ഷൻ 139 സബ്സെക്ഷൻ 1 പ്രകാരമുള്ള ബിലേറ്റഡ് റിട്ടേണോ അല്ലെങ്കിൽ സെക്ഷൻ 142 സബ്സെക്ഷൻ 1 പ്രകാരമുള്ള നോട്ടീസിൻ്റെ റെസ്പോൺസ് ആയുള്ള റിട്ടേൺ ഓഫ് ഇൻകമോ ഡ്യൂ ഡേറ്റിന് ശേഷമാണ് ഫർണിഷ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫർണിഷ് ചെയ്യുന്നില്ല എങ്കിൽ ആ അസസി സിമ്പിൾ ഇൻട്രസ്റ്റ് 1% എന്ന റേറ്റിൽ പേ ചെയ്യണം. ആൻഡ് ദിസ് ഇൻട്രസ്റ്റ് ഈസ് പേയബിൾ ഫോർ എവറി മന്ത് ഓർ പാർട്ട് ദെയർ ഓഫ്. ആൻഡ് ഈ ഇൻട്രസ്റ്റ് പേയബിൾ ആകുന്നത് ഈ ഡ്യൂ ഡേറ്റിനെ ഇമ്മീഡിയറ്റ്ലി ഫോളോ ചെയ്ത് വരുന്ന ഡേറ്റ് മുതൽ റിട്ടേൺ ഫേണിഷ് ചെയ്യുന്ന ഡേറ്റ് വരെയുള്ള പീരീഡിലേക്കാണ്. Where no return has been furnished, the interest shall be charged till the date of completion of best judgment assessment under section 144. അതായത് റിട്ടേൺ ഫേണിഷ് ചെയ്യാത്ത കേസിൽ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്ന പീരീഡ് എന്ന് പറയുന്നത് സെക്ഷൻ 144 പ്രകാരമുള്ള ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുന്ന ഡേറ്റ് വരെയുള്ള പീരീഡാണ്. ഓക്കെ. The interest shall be charged on the amount of tax on the total income as determined on the basis of return under section 143 subsection 1 and where a regular assessment is made on the amount of tax on total income determined under regular assessment after deducting the following amounts. അതായത് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നത് സെക്ഷൻ 143 സബ്സെക്ഷൻ 1 പ്രകാരമുള്ള റിട്ടേണിൻ്റെ ബേസിസിൽ ഡിറ്റർമൈൻ ചെയ്ത ടോട്ടൽ ഇൻകത്തിൽ പേയബിൾ ആകുന്ന എമൗണ്ട് ഓഫ് ടാക്സിലാണ്. ആൻഡ് ഒരു റെഗുലർ അസസ്മെൻറ്റ് നടക്കുന്ന കേസിലാണെങ്കിൽ റെഗുലർ അസസ്മെൻറ്റിൽ ഡിറ്റർമൈൻ ചെയ്ത ടോട്ടൽ ഇൻകത്തിൽ പേയബിൾ ആകുന്ന എമൗണ്ട് ഓഫ് ടാക്സിൽ നിന്നും ഇനി പറയുന്ന എമൗണ്ട്സ് ഡിഡക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ടിലാണ് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം, റെഗുലർ അസസ്മെൻറ്റ് നടക്കുന്ന കേസിൽ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നതിനുള്ള എമൗണ്ട് കിട്ടുന്നതിനായി റെഗുലർ അസസ്മെൻറ്റിൽ ഡിറ്റർമൈൻ ചെയ്ത ടോട്ടൽ ഇൻകത്തിൽ പേയബിൾ ആകുന്ന എമൗണ്ട് ഓഫ് ടാക്സിൽ നിന്നും ഏതൊക്കെ എമൗണ്ട്സ് ആണ് ലെസ് ചെയ്യുന്നതെന്ന്. അഡ്വാൻസ് ടാക്സ് ഇഫ് എനി പെയ്ഡ്, എനി ടാക്സ് ഡിഡക്റ്റഡ് ഓർ കളക്റ്റഡ് അറ്റ് സോഴ്സ്, എനി റിലീഫ് ഓഫ് ടാക്സ് അലോഡ് അണ്ടർ സെക്ഷൻ 89, any relief of tax allowed under section 90 or 90A, any deduction of tax allowed under section 91,
Any tax credit allowed to be set off in accordance of the provisions of section 115JAA or section 115JD. We will discuss the balance portion under interest for default in furnishing return of income in the next lecture. Thank you.